നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സ്കൂളിലും ക്യാമ്പസുകളിലും ആൺകുട്ടികൾ തമ്മിൽ തല്ലുന്ന സംഭവങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ആലപ്പുഴയിൽ പെൺകുട്ടികൾ സ്കൂളിൽ തമ്മിലടിച്ചൊരു സംഭവമുണ്ടായി. ബെസ്റ്റിയെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സഹപാഠികൾ മർദ്ദിച്ചത്. SSLC പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിലിട്ട് മർദ്ദിച്ചെന്നാണ് പരാതി. അന്വേഷിച്ച് നിജസ്ഥിതി കണ്ടെത്താൻ സൗത്ത് പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. തുടർ നടപടിക്കായി കേസ് ആലപ്പുഴ വനിതാ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പ്രണയ സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിജൻ ചേരുന്നത്. ശരണ്യയിലേക്ക് പോകും മുൻപ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിലേക്ക്. എൻ്റെ മോളെ സ്കൂളിൽ നിന്ന് എക്സാം കഴിഞ്ഞിട്ട് അവൾ വരുന്നത് ഒരു കുട്ടി അവളെ പിടിച്ച് ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ക്ലാസ് റൂമിലോട്ട് കയറ്റി വേറൊരു കുട്ടിയെ കൊണ്ട് ക്ലാസ് റൂം അടപ്പിച്ചിട്ട് കുട്ടിയുടെ മുതുക് ഇടിച്ച് ചതച്ച് വിട്ട്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അവിടുത്തെ HM പറഞ്ഞത് മോള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് മോള് പറയണം മോൾക്ക് മുതുക് വേദനയാണെന്ന് പറയണം, സ്കൂളിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യരുത്, സ്കൂളിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളത് ഒത്തുതീർപ്പാക്കാൻ ചെന്നപ്പോൾ PTA-ക്കാരും ടീച്ചേഴ്സും എല്ലാം കൂടെ അവരുടെ സൈഡിൽ നിന്ന് ഞങ്ങളെ മോശക്കാരാക്കിയിട്ട് മീഡിയക്കാർക്ക് എവിടെ വേണേലും നിങ്ങൾ കൊടുത്തോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളെ ഒന്നും ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. ഇപ്പം കുഞ്ഞിന് സുഖമില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഇതാക്കിയിരിക്കുക. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളങ്ങനെ ഒരു കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. കാരണം ഈ പെൺകുട്ടികൾ തമ്മിൽ സ്കൂളിലും അങ്ങനെ പൊതുസ്ഥലത്തുമൊക്കെ തമ്മിൽ തല്ലുന്ന സംഭവങ്ങൾ ഈ ആലപ്പുഴയിലെ സ്കൂളിൽ, അതായത് നഗരഹൃദയത്തിലുള്ള സ്കൂൾ എന്നാണ് മനസ്സിലാക്കുന്നത്, അവിടെ എന്താണ് സംഭവിച്ചത്? ബെസ്റ്റിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിന് കാരണമായെന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ വസ്തുത എന്താണ്? ടോമ, ആലപ്പുഴ നഗരത്തിൽ തന്നെയുള്ള സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു SSLC പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥിനികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തിങ്കളാഴ്ച ഈ സംഭവം ഉണ്ടായത്. ഇത് പരീക്ഷ കഴിഞ്ഞ് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആൺസുഹൃത്തിന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു തല്ലിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഈ രണ്ട് പെൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നടക്കമുള്ള ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഈ സംഭവം നടന്ന കഴിഞ്ഞ തിങ്കളാഴ്ച ഈ സംഭവം നടന്നതിന് ശേഷം പിന്നീട്, അതായത് SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികളാണ്, പരീക്ഷയ്ക്ക് ശേഷം ക്ലാസ് മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ആദ്യത്തെ ദിവസം തന്നെ ഒരു വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. ഈ പെൺകുട്ടിയുടെ പുറത്താണ് മർദ്ദനമേറ്റത്. പക്ഷേ മറ്റു പെൺകുട്ടികൾ ആ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്ന മറ്റു പെൺകുട്ടികളോട് ഈ വിശദാംശങ്ങൾ അന്വേഷിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം മർദ്ദിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സംഭവം തിങ്കളാഴ്ച ഈ സംഭവം നടന്നതിന് ശേഷം ബുധനാഴ്ച സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. PTA-യുടെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ SSLC പരീക്ഷ കൂടി നടക്കുന്നു. SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നെങ്കിലും ഈ രക്ഷകർത്താക്കളെ, അതായത് മർദ്ദനമേറ്റു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രക്ഷകർത്താക്കളെ ചൊടിപ്പിച്ചത് ഈ ഒരു പരാതിയുമായി PTA-യെയും HM-നെയും അവർ സമീപിച്ചപ്പോൾ ആ സംഭവത്തിനകത്ത് മറ്റ് കുട്ടികൾക്ക്, അതായത് ആരോപണ വിധേയരായ കുട്ടികൾക്ക് അനുകൂലമായ രീതിയിൽ എഴുതി തയ്യാറാക്കിയ ഒരു കത്ത് PTA യോഗത്തിൽ വായിച്ചു എന്നുള്ളതാണ് കൂടുതൽ പ്രകോപനത്തിലേക്ക് പോയത്. അങ്ങനെ ഈ നഗരമധ്യത്തിലെ സ്കൂളിനകത്ത് എയ്ഡഡ് സ്കൂളാണ്. ആ സ്കൂളിനകത്താണ് ഈ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച PTA മീറ്റിംഗ് കൂടിയപ്പോഴും വലിയ തർക്കം ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, ചേരിതിരിഞ്ഞ്, അതായത് മർദ്ദിച്ചു എന്ന് ആരോപിക്കുന്ന ആളുകളെയും അവരെ പിന്തുണയ്ക്കുന്നവരും അല്ലാത്ത വിദ്യാർത്ഥിനികളുടെ രക്ഷകർത്താക്കളും ചേർന്ന് ഉള്ള ഒരു ചേരിതിരിഞ്ഞൊരു വാക്പോരിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. തുടർന്ന് അവിടെ വെച്ച് തന്നെ ഒരു കുട്ടിക്ക്, അതായത് മർദ്ദനം ഏറ്റു എന്ന് പറഞ്ഞ കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അതിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത് ജനറൽ ആശുപത്രിയാണ്. അതുകൂടാണ്ട് ഈ കാര്യമായ മർദ്ദനമേറ്റത് ഇപ്പോൾ നമ്മൾ കേട്ട ബൈറ്റിൽ കണ്ട, അതായത് പ്രതികരണത്തിൽ കണ്ട അമ്മയുടെ മകളെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി മാറ്റിയിരുന്നു. കാരണം ഈ കുട്ടിയുടെ കൈമുട്ട് ഉപയോഗിച്ച് ഈ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ അനുരഞ്ജനത്തിന് ശ്രമം നടന്നെങ്കിലും ഫലം കണ്ടില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അതായത് ഈ പരാതിയുമായി കുടുംബം മുന്നോട്ട് പോവുകയാണോ? ഈ സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിട്ട് ഈ പെൺകുട്ടിയെ, ഈ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചവർക്കെതിരെ
യാതൊരു നടപടിയും എടുത്തില്ലെന്നാണോ ഈ കുടുംബത്തിൻ്റെ പരാതി? ടോം, ഏകപക്ഷീയമായിരുന്നു സ്കൂൾ അധികൃതരുടെ ഇടപെടൽ എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മർദ്ദനമേറ്റ പെൺകുട്ടിക്ക് ഒപ്പം തന്നെ പെൺകുട്ടിക്ക് വേണ്ടിയല്ല, മറിച്ച് മറ്റു പെൺകുട്ടികൾ മർദ്ദിച്ചു എന്ന് ആരോപിക്കുന്ന, അതായത് ആൺസുഹൃത്തിനിലേക്ക് മെസ്സേജ് അയച്ചതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അവർ അനുകൂലിക്കുന്ന നിലപാട് മാത്രം, അതായത് രണ്ട് വിഭാഗത്തെയും കേൾക്കാതെ ഒരു വിഭാഗത്തിനെ മാത്രം അനുകൂലിക്കുന്ന നിലപാടാണ് ഉണ്ടായത്. പരാതിക്കാരായി സമീപിച്ചത് തങ്ങളാണ് എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. പക്ഷേ മറ്റ് വിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ മറുഭാഗത്തിന് വേണ്ടിയായിരുന്നു സ്കൂൾ അധികൃതരുടെയും PTA-യുടെയും ഇടപെടൽ എന്നുള്ളതും ഏകപക്ഷീയമായി ഒരു ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിൽ ഒരു കത്ത് എഴുതി കൊണ്ടുവന്ന HM-ഉം PTA പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ അത് വായിച്ചപ്പോഴാണ് ഇത് വീണ്ടും ഒരു പ്രകോപനത്തിലേക്ക് പോയത്. പിന്നീട് സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. സൗത്ത് പോലീസ് ഇടപെട്ട് രണ്ടു കൂട്ടരുടെയും രക്ഷകർത്താക്കളോടൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ അതൊരു കോംപ്രമൈസ് ശ്രമത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ PTA മീറ്റിംഗ് കൂടി കഴിഞ്ഞതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും അതായത് മുതുകിൽ മർദ്ദനമേറ്റ കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം മർദ്ദിക്കുകയും ആ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നും CT സ്കാൻ അടക്കമുള്ള വിദഗ്ധമായ പരിശോധനകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയുമാണ് ചെയ്തത്. മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണമുണ്ട്. പക്ഷേ ഈ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിച്ചു എന്നുള്ളതാണ് കണ്ടുനിന്ന പെൺകുട്ടികൾ അടക്കം മൊഴി പോലീസിന് വിവരം കൈമാറിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ സൗത്ത് പോലീസ് രക്ഷകർത്താക്കളുടെ പരാതിയിന്മേൽ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം വനിതാ സെല്ലിന് ഇത് കൈമാറിയിട്ടുണ്ട്. ടോം, തീർച്ചയായും ശരണ്യ, ഇതിൻ്റെ ഒരു കാരണം കൂടി അറിയണം. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഒരു സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ടാണ് SSLC പരീക്ഷ കഴിഞ്ഞപ്പോൾ ക്ലാസ് മുറിക്ക് പുറത്ത് ഈ അടി ഉണ്ടായതും പരസ്പരം തമ്മിൽ തല്ലിയതെന്നാണല്ലോ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൻ്റെ കാരണം ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ്റെയൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെസ്റ്റിയെ ചൊല്ലിയുള്ള തർക്കമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുതന്നെയാണോ ഈ ആക്രമണത്തിന് കാരണമായത്? പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് ആരാണ് ബെസ്റ്റി എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു തർക്കമാണ് ഇങ്ങനെ ഒരു പരസ്പരമുള്ള ഒരു ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ്, അക്രമത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസും പറയുന്നത്. അതായത് സുഹൃത്തിന് മെസ്സേജ് അയച്ചു, അത് പ്രണയ സന്ദേശമായിരുന്നു എന്ന് പറഞ്ഞു, അല്ല സൗഹൃദപൂർവമായ സന്ദേശമായിരുന്നു എന്നൊക്കെ വാദങ്ങൾ ഇപ്പോൾ ഉയർന്ന ഈ രക്ഷകർത്താക്കളായ ആളുകളൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ സുഹൃത്തിനെ ഈ രണ്ടുപേരിൽ ആരാണ് ബെസ്റ്റി അല്ലെങ്കിൽ ആരാണ് ഏറ്റവും അടുത്ത ആൾ എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു ഇങ്ങനെ ഒരു ഇവർ തമ്മിലുള്ള ഒരു അക്രമത്തിലേക്ക് അവസാനം എത്തിയത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ കുട്ടികളാണെങ്കിൽ SSLC പരീക്ഷ എഴുതുന്നവരാണ്. ഇവർ രണ്ടുപേരും SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികളുമാണ്. ഈ ആൺസുഹൃത്തിൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റഗ്രാം വഴി വന്ന ഒരു മെസ്സേജാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത്. സ്കൂളിൽ ആകെ ഒരു വലിയ ബഹളത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം PTA മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചു. തിങ്കളാഴ്ച ഈ സംഭവം ഉണ്ടായി. അതിനുശേഷം പരാതിയിലേക്ക് പോയി ആശുപത്രിയിൽ രണ്ട് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. പിന്നീട് PTA മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നു. PTA മീറ്റിംഗിൽ ആകെ ബഹളമായാണ് അവസാനിച്ചത്. അതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഇപ്പോൾ അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട കുട്ടിയുടെ മുതുകിലടക്കം പരിക്കുണ്ട് എന്നുള്ളതാണ്. മർദ്ദനമേറ്റിട്ടുണ്ട്, കൈമുട്ട് ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് ആ കുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. അവരുടെ രക്ഷകർത്താക്കളും അങ്ങനെ തന്നെയാണ് നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തി നിൽക്കുകയാണ്. എല്ലാവരും SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികളാണ് എന്നുള്ളതുമാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധ. അവരുടെ ഒരു പരീക്ഷാ കാലയളവിലാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോയി വിദ്യാർത്ഥികൾ എത്തി നിൽക്കുന്നത്. എന്തായാലും പോലീസ് ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു പരാതിയിൽ കുടുംബങ്ങൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ നിയമ നടപടിയിലേക്ക് കടക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ആലപ്പുഴ സൗത്ത് പോലീസ് ആദ്യം കേസിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ അത് വനിതാ സെല്ലിൽ എത്തി നിൽക്കുന്നു. ടോം, ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ നഗരഹൃദയത്തിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പരീക്ഷ കഴിഞ്ഞ് ക്ലാസ് മുറിയുടെ പുറത്ത് പരസ്പരം ഏറ്റുമുട്ടിയത്. ഒരു ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ രീതിയിലുള്ള ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസും സ്കൂൾ അധികൃതരും ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങൾ. എന്തായാലും രണ്ട് കുടുംബങ്ങളെയും ഒന്നിച്ചിരുത്തി, ഈ രക്ഷിതാക്കളെ ഒന്നിച്ചിരുത്തിയും
ഒരു അനുരഞ്ജന ശ്രമത്തിന് സ്കൂൾ അധികൃതർ നീക്കങ്ങൾ നടത്തിയെങ്കിൽ പോലും അതിന് ഫലം കണ്ടിട്ടില്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കുടുംബാംഗങ്ങളും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കാസർഗോഡ് 15-കാരിയെ കാണാതായത് പിന്നീട് ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനാ കേസ് വന്നപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ലോകം വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷവും മുൻപും എന്ന രീതിയിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ മനോഭാവത്തിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. കാരണം നേരത്തെ മുൻപൊക്കെ ഒരു പ്രണയം ഉണ്ട് എങ്കിൽ അത് പുറത്തു പറയാൻ പോലും ഭയപ്പെട്ടിരുന്ന അതല്ലെങ്കിൽ അത് മറച്ചു വെച്ചിരുന്ന രഹസ്യമായി വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആൺസുഹൃത്തിനെ ചൊല്ലി പരസ്പരം തമ്മിൽ തല്ലുന്ന ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് പോലും നമ്മളുടെ കുട്ടികളുടെ മനോഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ 16-കാരിയുടെ മൊഴിയിൽ 26-കാരനെതിരെ പോക്സോ കേസ്. വരാപ്പുഴ സ്വദേശിനിയായ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. പ്രതിക്കായി വരാപ്പുഴ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, ഒരു 16-കാരിയും 26-കാരനും തമ്മിലുള്ള സൗഹൃദം അത് പിന്നീട് മറ്റു രീതിയിലുള്ള വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയി എന്നും ഈ ഒരു വർഷം മുൻപ് നടന്ന ഈ പീഡനം, ഒരു വർഷം മുൻപ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുമാണല്ലോ പരാതിയിൽ പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ഈ സംഭവത്തെക്കുറിച്ച് എങ്ങനെയാണ്, കാരണം ഈ പീഡനം നടന്ന ഈ 16-കാരിയെ പീഡിപ്പിച്ച വിവരം എങ്ങനെയാണ് പുറത്തറിയുന്നത്? എന്തായാലും പോലീസ് ഇതിന്റെ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട്, അതായത് യുവാവിനെതിരെ മറ്റൊരു പരാതി വന്നിരുന്നു. ആ പരാതിയോടനുബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 16-കാരിയെ പീഡിപ്പിച്ചു എന്ന വിവരം പുറത്തു വരുന്നത്. ഇന്നലെ വൈകുന്നേരം ഈ പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയിൽ പെൺകുട്ടി പറയുന്നത് 26-കാരൻ അത് തന്റെ ബന്ധുവിന്റെ സുഹൃത്താണ്, അങ്ങനെയുള്ള പരിചയമാണ്, ഈ പരിസരവാസി തന്നെയാണ്, ഈ പെൺകുട്ടിയുടെ വീടിന് സമീപം തന്നെയാണ് ഈ യുവാവൻ താമസിക്കുന്നത്. ഒരു വർഷം മുൻപാണ് ഇവർ തമ്മിൽ ഇത്തരത്തിലൊരു ബന്ധമുണ്ടായിരുന്നത് എന്നുകൂടി പോലീസിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ പോലീസ് കുറച്ചുകൂടി കാര്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഈ വൈദ്യപരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. ഒരു വർഷം മുൻപ് നടന്ന സംഭവമാണ്. പക്ഷെ ഇത് എവിടെ വെച്ചാണ് ഇത് നടന്നതെന്നൊന്നും പെൺകുട്ടിക്ക് ഇപ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുകൂടി പോലീസിനോട് വ്യക്തമാക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. ഈ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത്, ഈ യുവാവിന്റെ പേരോ അല്ലെങ്കിൽ ചിത്രമോ ഒന്നും പുറത്തുവിടാത്തത് മാധ്യമങ്ങളിൽ വാർത്തയായി കഴിഞ്ഞാൽ ഈ യുവാവ് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇന്നലെ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. അതായത് ഈ പെൺകുട്ടി പറയുന്നത് ഈ യുവാവുമായി പ്രണയത്തിലായിരുന്നു. ആ പ്രണയത്തിനൊടുവിലാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ ആ പെൺകുട്ടി ഈ സംഭവം നടക്കുമ്പോൾ പ്രായപൂർത്തിയായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത് യുവാവിനെതിരെ. എന്തായാലും പോലീസ് യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിച്ചു. യുവാവ് എവിടെയുണ്ടെന്ന ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് കൂടി വ്യക്തമാകുന്നുണ്ട്. യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മാത്രമേ ഇതിലൊരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിനും ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ വരാപ്പുഴ പോലീസ് പറയുന്നത് പ്രകാരം പെൺകുട്ടിയുടെ മൊഴി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ പീഡനം നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ യുവാവുമായി ഇപ്പോഴും ബന്ധമുണ്ടോ എന്നതൊക്കെ ഇനിയും അറിയേണ്ടതുണ്ട്. അതൊക്കെ അറിഞ്ഞതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തീർച്ചയായും അതുകൂടി അറിയേണ്ടതുണ്ട്. നവമി സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടി എന്തായാലും ഇരുവരും തമ്മിൽ ബന്ധമുണ്ട്, സൗഹൃദമുണ്ട് എന്ന് പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. തൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഈ രീതിയിലുള്ള ബന്ധത്തിലേക്ക് വരെയും കാര്യങ്ങൾ എത്തിയതെന്ന് പറയുന്നു. ഒരുപക്ഷെ നവമി, ഇതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഈ സംഭവത്തിൻ്റെയൊക്കെ ഗൗരവത്തെക്കുറിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഒരുപക്ഷെ മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോയപ്പോൾ ഈ 15 വയസ്സുള്ള പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് 29-കാരനായിരുന്നു. കാസർഗോഡ് 15 വയസ്സുകാരിയും അയൽവാസിയായ 42-കാരനും ആത്മഹത്യ ചെയ്ത കേസിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഇത്രയധികം, അതായത് സ്വന്തം പിതാവിൻ്റെ പ്രായമുള്ള ഒരാളുമായി ഈ പെൺകുട്ടിക്ക്, ഈ അയൽവാസിയുമായി പെൺകുട്ടിക്ക് സൗഹൃദമുണ്ടായിരുന്നു. അതാണ് പിന്നീട് ഈ ആത്മഹത്യക്ക് വരെയും കാരണമായതെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വരെയും കേസെത്തിയപ്പോൾ ഹൈക്കോടതി പറഞ്ഞാണ് അതായത് കോവിഡിന് മുൻപും ശേഷവും എന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന്. ഇവിടെയും ഈ 16 വയസ്സുള്ള പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് 26 വയസ്സുകാരനാണ്. ഒരുപക്ഷെ ഇത് മുൻപൊന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കുട്ടികളുടെ മനോഭാവം മാറുന്നു, സൗഹൃദങ്ങളുടെ തലങ്ങൾ മാറുന്നു.
ഇത് എങ്ങനെയാണ് ഈ പെൺകുട്ടിയും ഈ 26-കാരനും തമ്മിൽ എങ്ങനെയാണ് സൗഹൃദത്തിലായത്? ഇവർ അയൽവാസികളാണോ, അതോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് പോലെ സമൂഹ മാധ്യമങ്ങളുടെ കെണിയാണോ ഈ പെൺകുട്ടിയെ ഈ അപകടത്തിൽ കൊണ്ടെത്തിച്ചത്? ടോം, ഈ യുവാവ് പെൺകുട്ടിയുടെ ബന്ധുവിന്റെ സുഹൃത്താണ്. അങ്ങനെയുള്ള ഒരു പരിചയത്തിലാണ് പിന്നീട് ഈ ഒരു പരിചയമാണ് പിന്നീട് ഒരു പ്രണയത്തിലേക്കും കടക്കുന്നത്. ഈ പെൺകുട്ടി പറയുന്നതനുസരിച്ച് അങ്ങനെയാണ്, ബന്ധുവിന്റെ സുഹൃത്തായ രീതിയിൽ പലതവണ കണ്ടിട്ടുണ്ട്. ഒപ്പം ഈ യുവാവും ആ പെൺകുട്ടിയുടെ വീട്ടിന്റെ സമീപത്തൊക്കെ തന്നെയാണ് താമസിക്കുന്നത്, നിരന്തരം കാണുമായിരുന്നു. ആ ഒരു രീതിയിലാണ് ഇവരുടെ സൗഹൃദം വളർന്ന് പിന്നീട് അത് പ്രണയത്തിലേക്കും പിന്നീട് ഒരു ലൈംഗിക ബന്ധത്തിലേക്കുമൊക്കെ ആയിപ്പോയത്. ആ പെൺകുട്ടി പറയുന്നത് തന്റെ സമ്മതപ്രകാരമാണെന്ന്. പക്ഷേ കുട്ടി പ്രായപൂർത്തിയാകാത്തതിനാലാണ് പോലീസ് കേസെടുത്തത്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, അത് പലപ്പോഴും നമ്മളൊരു പീഡനമെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോൾ പോലും അത് പെൺകുട്ടികളുടെ സമ്മതപ്രകാരമാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. പലപ്പോഴും പ്രണയത്തിലാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ യുവാക്കൾ പ്രകോപനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിലൊക്കെ പെൺകുട്ടി വീട് പോകുന്നുണ്ട്. അത് തന്നെയാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കുന്നത്. അവർക്കിപ്പോഴും അതിൻ്റെ ഒരു എത്രമാത്രം ഗൗരവമുള്ളതാണ് ഇതിനെ പറ്റി ഒന്നും ഒരു ധാരണയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പലപ്പോഴും പെൺകുട്ടികൾ വീണു പോകുന്നത്. അത് പരിചയമുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെടുന്ന യുവാക്കൾ പോലും ഇത്തരത്തിൽ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള കെണികളിൽ അകപ്പെട്ടു പോകുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ്. ഒരു പ്രായം നോക്കാതെ, അവരുടെ പ്രായം നോക്കാതെ അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തിയുടെ പ്രായം നോക്കാതെ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് പോലും അറിയാതെ പോലും പെൺകുട്ടികൾ ഇതിന്റെ കെണിയിലേക്ക് വീണു പോകുന്നത് സ്ഥിരം ഉള്ള ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ്. കൃത്യമായി അവരുടെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ ടീച്ചർമാരും ഒക്കെ വലിയ രീതിയിൽ ഒരു കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ ഒരു വിധത്തിൽ പിന്തിരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഈ സോഷ്യൽ മീഡിയയൊക്കെ വലിയ രീതിയിൽ ഒരു സാധ്യതയായി തന്നെ പെൺകുട്ടികൾക്ക് മുന്നിലേക്ക് നിൽക്കുകയാണ്. കാരണം പലപ്പോഴും പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ മൊബൈൽ ഫോൺ വാങ്ങി നൽകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ അവർ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്ത് അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കി പിന്നീട് അത് വലിയൊരു കെണിയിലേക്ക് പെൺകുട്ടികൾ അകപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് മാറുകയാണ്. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയ അല്ല, ഒരു സുഹൃത്ത്, ബന്ധുവിന്റെ സുഹൃത്താണ് ഈ 26-കാരൻ. അയാളിൽ നിന്നുമാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. പക്ഷെ പെൺകുട്ടി പറയുന്നത് തന്റെ സമ്മതപ്രകാരം തന്നെയാണെന്ന്. പക്ഷെ അത് പ്രായപൂർത്തിയാകാത്തതിനാലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും വിശദമായി പരിശോധിച്ചു വരികയാണ്. യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം അത് കഴിഞ്ഞു. ഉടനെ തന്നെ ഈ യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് കൂടി പോലീസ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ കേസുകൾ അതീവ ഗൗരവത്തോടെ പോലീസ് കാണണം. അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയതുമാണ്. അങ്ങനെയെങ്കിൽ ഈ കേസിലേക്ക്, കൊച്ചിയിൽ ഈ 16-കാരിയെ പീഡിപ്പിച്ച കേസ്, ഈ പെൺകുട്ടിക്ക് ഒരുപക്ഷെ പരാതിയില്ലായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഈ രീതിയിലുള്ളൊരു ലൈംഗിക ബന്ധം ഉണ്ടായെന്ന് പെൺകുട്ടി പറയുമ്പോഴും പോലീസ് ഇതിനെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, പോക്സോ വകുപ്പ് പ്രകാരം നടപടിയെടുക്കേണ്ടതാണ്. ഈ പെൺകുട്ടിയുടെ മൊഴി മാത്രമാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമോ? ഈ പ്രതി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള ഈ യുവാവ് ഇപ്പോൾ എവിടെയാണുള്ളത്? ഇയാൾ ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ടോ? ടോം, ഈ യുവാവ് ഒളിവിൽ തന്നെയാണ്. അതുകൊണ്ടാണ് പോലീസ് ഈ വിവരങ്ങൾ പുറത്തുവിടാത്തത്. നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുമ്പോൾ പറയുന്നത് യുവാവ് ഒളിവിലാണ്. യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിലൊരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴി പ്രകാരമാണ് പോലീസിന്റെ ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടി ഇത്തരത്തിൽ പറയുന്നത് പ്രകാരം പീഡനത്തിനിരയായിട്ടുണ്ടോ എന്നതും പോലീസിന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 1 വർഷം മുൻപാണ് ഈ സംഭവം നടന്നത് എന്നുകൂടിയാണ് പെൺകുട്ടി പറയുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തെന്നിന്ത്യയെ ഇളക്കി മറിച്ച താരറാണി സൗന്ദര്യ ഓർമ്മയായിട്ട് 2 പതിറ്റാണ്ട് പിന്നിടുന്നു. സൗന്ദര്യയുടെ മരണം സംഭവിച്ച് 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിവാദങ്ങളും ചർച്ചകളും ദുരൂഹതകളും ഉയരുകയാണ്. പറന്നുയരാൻ ഒരുങ്ങവേ ഒരു വിമാനം പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും ബോധപൂർവം ഒരുക്കിയ ചതിയായിരുന്നു അത്? ദുരന്തമുണ്ടായ ശേഷം സൗന്ദര്യയുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾക്കായി ബന്ധുക്കൾ ചേടിതിരിഞ്ഞ് വഴക്കിടുന്ന കാഴ്ചകൾ ഇവരെയും കണ്ടതാണ്. ആ സ്വത്തിൻ്റെ പേരിലാണ്
പുതിയ ആരോപണങ്ങൾ. സംശയനിഴലിലുള്ളത് ബന്ധുക്കളല്ല, തെലുങ്ക് നടൻ മോഹൻ ബാബുവാണ്. നടിയുടെ മരണം സ്വാഭാവിക അപകടമല്ല, ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പുതിയ പരാതി. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, അന്ന് അതായത് 22 വർഷം മുൻപ് ഈ ഒരു അപകടം ഉണ്ടായി. അന്ന് തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട്, വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സംശയങ്ങളും ദുരൂഹതകളൊക്കെ ഉയർന്നുവെങ്കിൽ അത് സ്വാഭാവികമായ ഒരു വിമാനാപകടമാണ് എന്നായിരുന്നു കണ്ടെത്തൽ. പക്ഷെ അതിനുശേഷം സൗന്ദര്യയുടെ ബന്ധുക്കൾ സ്വത്തിനു വേണ്ടി പരസ്പരം തമ്മിൽ തല്ലുന്ന സാഹചര്യങ്ങളൊക്കെ പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ, അതായത് 22 വർഷത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം, ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടൊരു ആരോപണം, അത് തെലുങ്ക് നടൻ മോഹൻ ബാബുവിലേക്ക് എത്തുന്നത്? ആരാണ് ഈ പരാതി നൽകിയത്? ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം വീണ്ടും നടത്താനുള്ളൊരു സാധ്യതയുണ്ടോ? ടോം, കഴിഞ്ഞ ദിവസമാണ് ആന്ധ്ര സ്വദേശിയായ ചിട്ടി മല്ലു എന്നയാൾ ഇത്തരമൊരു ആരോപണവുമായി, ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. അതായത് തെലുങ്ക് നടൻ ഇത്തരത്തിൽ സൗന്ദര്യയുടെ മരണം 22 വർഷങ്ങൾക്ക് ശേഷം സൗന്ദര്യയുടെ മരണം അതൊരു മരണമായിരുന്നില്ല, മറിച്ച് അതൊരു കൊലപാതകമായിരുന്നു, ആസൂത്രിതമായ കൊലപാതകമായിരുന്നു. ഇവർ തമ്മിൽ ഈ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. സൗന്ദര്യയുടെ മരണത്തിന് ശേഷം സൗന്ദര്യയുടെ സഹോദരൻ്റെ കയ്യിൽ നിന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി ബലമായി പിടിച്ചെടുത്ത സ്വത്തുക്കളുണ്ട്. അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചിട്ടി മല്ലു എന്നയാൾ ഇന്നലെ പോലീസിൽ പരാതി നൽകുന്നതും. ഒപ്പം തന്നെ ഇയാൾ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ഇങ്ങനെ ആരോപണവുമായി രംഗത്തെത്തിയതിനു ശേഷം, പരാതി നൽകിയതിനു ശേഷം തനിക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട്, തനിക്ക് സംരക്ഷണം ഒരുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇന്നലെ ചിട്ടി മല്ലു രംഗത്തെത്തിയത്. പക്ഷേ ഇന്ന് സൗന്ദര്യയുടെ ഭർത്താവ് തന്നെ ഈ വാർത്തകളെല്ലാം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സൗന്ദര്യയുടെ ഭർത്താവ് GS രഘു ഇപ്പോൾ അക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ ഭാര്യയുടെ മരണം അത്തരത്തിലൊരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നില്ല. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ആരുമായും ഉണ്ടായിരുന്നില്ല. ഈ തെലുങ്ക് നടനെ കഴിഞ്ഞ 25 വർഷമായിട്ട് കുടുംബത്തിനറിയാം. വളരെ നല്ലൊരു സൗഹൃദമാണ് ഇവരുമായിട്ടുള്ളത്. ഒപ്പം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആരോപണങ്ങളിലേക്ക് വലിച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സൗന്ദര്യയുടെ മരണം നടന്ന് 22 വർഷങ്ങൾ പിന്നിടുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണത്തിൻ്റെ ആവശ്യം പോലുമില്ല. ഒരു തരത്തിലുള്ള സ്വത്ത് സംബന്ധമായ തർക്കങ്ങളും സൗന്ദര്യയുടെ പേരിലില്ല, അതാരുമായും ഇല്ല എന്ന് തന്നെ ഇയാൾ വ്യക്തമായി പറയുന്നു. ഒപ്പം ഈ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായി തന്നെ നിഷേധിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇനി ഈ കേസിൽ ഒരു തുടരന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ ഇന്നലെ ചിട്ടിമല്ലു വ്യക്തമാക്കിയത് ഈ കേസിൽ തുടരന്വേഷണം വേണം. ഇയാൾ അന്യാധീനമായി വർഷങ്ങൾക്ക് മുൻപ് ഈ മോഹൻ ബാബു ഈ സ്വത്ത് തട്ടിയെടുക്കാൻ അല്ലെങ്കിൽ സ്വത്ത് സ്വന്തമാക്കാൻ ചില നീക്കങ്ങൾ നടത്തിയതായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതല്ലേ? ഈ മരണത്തിൽ പ്രധാനമായും ഈ സൗന്ദര്യയുടെ സഹോദരൻ, രണ്ടുപേരും അന്ന് കൊല്ലപ്പെട്ടതാണ്. ഈ രണ്ടുപേരുടെയും പേരിലായിരുന്നു സ്വത്തുക്കൾ. ഈ സ്വത്തിന് വേണ്ടി മോഹൻ ബാബു പലപ്പോഴും ഇവരുമായി സംസാരിച്ചിരുന്നു. അത് പിന്നീട് സൗന്ദര്യക്ക് അത് വിൽക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇത് പൂർണ്ണമായി നിഷേധിക്കുകയാണോ ഭർത്താവ്? തീർച്ചയായും മോഹൻ ബാബുവിനെ കഴിഞ്ഞ 25 വർഷമായി തനിക്കും തൻ്റെ കുടുംബത്തിനും അറിയാം. വളരെ നല്ല സൗഹൃദമാണ് മോഹൻ ബാബുവുമായി തനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി നിഷേധിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സൗന്ദര്യയുടെ ഭർത്താവ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചിട്ടി മല്ലു രംഗത്തെത്തിയ സമയത്ത് പറഞ്ഞിരുന്നു, മോഹൻ ബാബു നിരന്തരം സൗന്ദര്യയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവർ തമ്മിൽ വളരെയധികം ഈ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ രൂക്ഷമാവുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനുശേഷം ഈ സൗന്ദര്യയുടെ സഹോദരനിൽ നിന്ന് ബലമായി പിടിച്ചെടുത്തിട്ടുണ്ട് സ്വത്തുക്കൾ. അങ്ങനെ ആ സ്വത്തുക്കൾ അടക്കം പല എസ്റ്റേറ്റുകൾ അടക്കം ഇയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊക്കെ അന്വേഷണം വേണം. ഇതിൽ ഈ അന്യാധീനപ്പെട്ട് കിടക്കുന്ന സ്വത്തുകൾ, ഈ സൗന്ദര്യയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുകൾ അത് ഈ അർഹതപ്പെട്ടവർക്ക് തിരികെ നൽകണം. ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ തനിക്ക് ഭീഷണി വരെ ഉണ്ടെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ ഇയാൾ കേസ് കൃത്യമായി ഇത് പോലീസ് അന്വേഷിക്കണമെന്ന അടക്കം വ്യക്തമായി പറയുമ്പോഴും ഇന്ന് സൗന്ദര്യയുടെ ഭർത്താവ് തന്നെ ഈ വാദങ്ങളെല്ലാം, ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും നിഷേധിച്ച് രംഗത്തെത്തിയതാണ് ഇപ്പോൾ കേസിൽ ഇനി നിർണായകമാവുക. കാരണം
മോഹൻ ബാബുവുമായി തീർച്ചയായും എന്തായാലും ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനി പോലീസ് കേസ് പുനരന്വേഷിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ അന്വേഷിച്ചാൽ പോലും 22 വർഷം മുൻപ് നടന്നൊരു സംഭവമാണ്. അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല ആ വിമാനത്തിലുണ്ടായിരുന്നവരെല്ലാം കൊല്ലപ്പെട്ടതാണ്. ഇതിൽ പ്രധാനമായ ഒരു സംശയം ഉയരുന്നത്, സാധാരണഗതിയിൽ ഈ വിമാനം പറന്നുയർന്ന് ഉടൻ തന്നെ അപകടം സംഭവിക്കുന്നു. അതിലാണ് അസ്വാഭാവികമായി പലരും സംശയം ഉന്നയിക്കുന്നതും തുടക്കം മുതൽ തന്നെ ആരോപണമൊക്കെ ഉയർന്നു വന്നതും. തീർച്ചയായും ടോം, പക്ഷെ അപ്പോഴും ഇനി ഈ കേസിൽ എങ്ങനെയാണ് തുടരന്വേഷണം ഉണ്ടാവുക, അത് എത്രത്തോളം പ്രാബല്യത്തിലാകുമെന്നൊക്കെ അറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 22 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു മരണമാണ്. അന്ന് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരാരും ഇപ്പോൾ ജീവനോടെ ഇല്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ കേസ് അന്വേഷണത്തിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഒപ്പം തന്നെ ഈ ഭർത്താവ് ഇത് നിഷേധിച്ചത് കൂടി ഏറെ നിർണായകമാകും. എന്തായാലും ഇനി കേസ് അന്വേഷണത്തിൽ ഇപ്പോൾ നിലവിൽ എന്തായാലും ഈ സൗന്ദര്യയുടെ ഭർത്താവ് തന്നെ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി മറ്റ് വിവരങ്ങളൊന്നും ഇപ്പോൾ അന്വേഷണ സംഘമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ആരോപണത്തിൽ ചിട്ടി മല്ലുവിൻ്റെ ആരോപണത്തിൽ കേസെടുത്തതായോ ഒന്നും പോലീസ് സംഘം അറിയിച്ചിട്ടില്ല. ഒപ്പം മോഹൻ ബാബു ഈ കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ടോം, ഇനി ഏറെ നിർണായകമാവുക മോഹൻ ബാബുവിൻ്റെ ഒരു പ്രതികരണം കൂടിയായിരിക്കും. നിലവിൽ എന്തായാലും ഈ ഉയർന്നു വന്ന ആരോപണങ്ങളിലൊന്നും തന്നെ മോഹൻ ബാബു പ്രതികരിച്ചിട്ടില്ല. വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. മലയാളി പ്രേക്ഷകർക്ക്, സിനിമാ പ്രേമികൾക്കടക്കം ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു. അതല്ലെങ്കിൽ അത്രയധികം മലയാളികളുടെ ഇഷ്ടപ്പെട്ടൊരു നടിയായിരുന്നു. ജയറാമിൻ്റെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, മോഹൻലാലിൻ്റെ കിളിച്ചുണ്ടൻ മാമ്പഴം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും തമിഴിലുമൊക്കെ വളരെയധികം സജീവമായിരുന്നു, അല്ലെങ്കിൽ തിളങ്ങി നിന്ന ഒരു കാലഘട്ടത്തിലാണ് 32-ാം വയസ്സിൽ സൗന്ദര്യ അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ലഹരി കച്ചവടത്തിന് അടൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ച് പാർട്ടി കൗൺസിലർ രംഗത്ത്. പത്തനംതിട്ട അടൂർ നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യാർജി മുഹമ്മദിനെതിരെയാണ് കൗൺസിലർ റോണി പാണംതുണ്ടിലിന്റെ ആരോപണം. പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ലഹരി കച്ചവട കേന്ദ്രമായ ഒരു കടയ്ക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് റോണി ആരോപിച്ചു. CPM കൗൺസിലർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ സന്ദേശമാണ് പുറത്തായത്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, താങ്കളുടെ വലിയ ബുദ്ധിപരമായ നീക്കങ്ങളിൽ താങ്കളെ അഭിനന്ദിക്കണം. കാരണം ഇത്രയും ബുദ്ധിപരമായി നീങ്ങാൻ താങ്കൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അടൂർ നഗരത്തിൽ താങ്കളുമായിട്ട് ചേർന്ന് നിൽക്കാത്ത, അല്ലെങ്കിൽ താങ്കൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ താങ്കളുടെ പരിധിയിലെത്താൻ വേണ്ടി താങ്കൾ പൊളിപ്പിക്കൽ നാടകം ചില ആൾക്കാരെ മുന്നിൽ നിർത്തി ചെയ്തിട്ടുണ്ടായി. പക്ഷേ നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ബുദ്ധി ചെറിയ ബുദ്ധിയാണ്. ആ ബുദ്ധിക്കും അപ്പുറമുള്ള ആൾക്കാരുണ്ട് ഇവിടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നിങ്ങൾ എത്ര നാൾ ഇവിടെ പയറ്റും? നിങ്ങളൊരു സംവിധാനത്തെയും ഒരു ജനാധിപത്യ വ്യവസ്ഥയുമാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്ര നാൾ ഇതുമായിട്ട് മുന്നോട്ട് പോകും? നിങ്ങൾ എന്നെ സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ കളിക്കുന്ന ഇപ്പോഴത്തെ കളി നിങ്ങൾക്ക് നല്ലതിനായിരിക്കത്തില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് നഷ്ടപ്പെടാൻ ഒരു കുന്തവുമില്ല. മുകളിൽ ആകാശം താഴെ ഭൂമിയാണ്. എനിക്ക് വലിയ രാഷ്ട്രീയ ഭാവിയൊന്നുമില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ നിങ്ങൾക്കൊന്നും അങ്ങനല്ല. ഞാൻ പല കാര്യങ്ങൾക്കും ഇടപെടും. നിങ്ങൾ എൻ്റെ വാർഡ് കേന്ദ്രീകരിച്ച് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും എനിക്കറിയാം. മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ താങ്കൾ 100 കണക്കിന് കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മയക്കുമരുന്നുകാർക്ക് വേണ്ടി ഒരു കട തുറന്നു കൊടുത്ത് നിൽക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുക. അതിനെടുക്കാനുള്ള ധൈര്യം, ലൈസൻസ് വരെ ഒപ്പിച്ചു കൊടുത്തതിൽ താങ്കൾക്ക് പങ്കുണ്ട്. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് നഗരസഭാ ചെയർപേഴ്സന്റെ പ്രതികരണം. ശരിക്കും ആ വന്ന വോയിസ് മെസ്സേജ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് അടിസ്ഥാനരഹിതമാണ്. വിശദമായ കാര്യങ്ങൾ ഞാൻ തിരക്കിയിട്ട് എന്താണെന്നുള്ളത് അറിയിക്കാം. എന്തായാലും ഇത് നിയമപരമായി ഞാൻ പോകും. അതുപോലെ തന്നെ പാർട്ടിപരമായിട്ട് ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി വേണമെങ്കിലും എടുത്തോളാനാണ് പറഞ്ഞത്. അത് എനിക്കെതിരെ നടപടി എടുത്തോളാൻ ഞാൻ പറഞ്ഞു നൽകും. സന്നിഹിതമായ ഒരു കാര്യത്തിന് ആർക്കും ആരെയും പറ്റി എനിക്കും പറഞ്ഞു. എനിക്ക് തെളിവുകളുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, അതിനകത്ത് നേരിടാൻ ഞാൻ തയ്യാറാണ്. എന്തായാലും എനിക്കെതിരെ വന്ന ഒരു ന്യൂസിലെല്ലാം ഞാൻ എന്തായാലും നിയമപരമായി തന്നെ പോകും, രാഷ്ട്രീയപരമായി പോകും. അല്ലാതെ എന്താണ് വിഷയം പോലും എനിക്ക് ഇപ്പോഴും നിങ്ങൾ ചോദിക്കുമ്പോഴും പറയാൻ അറിയില്ല. ഞാൻ എന്തിനെ ബേസ് ചെയ്താ പറയുന്നത്? മയക്കുമരുന്നിനെതിരെ പോലും
ആരെങ്കിലും ഈ വന്ന കാലത്ത് പോകും. ഞാൻ ഈ 2 മക്കളുടെ അമ്മയാണ്. ഇതിലെല്ലാം ഉപരി ഞാൻ 2010 മുതൽ ജനപ്രതിനിധിയാണ്. അന്നും ഞാനൊരു അധ്യാപികയും കൂടിയാണ്. അധ്യാപിക ഒരിക്കലും സമൂഹത്തിനെ മോശമായ രീതിയിലേക്ക് പോകാൻ നമുക്ക് അങ്ങനെ മനസ്സിൽ പോലും ചിന്തയില്ല. പിന്നെ എന്താണ് ആ പറയുന്ന കൗൺസിലർക്കുണ്ടായ ഒരു ഇതെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ തിരക്കട്ടെ, എന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. നഗരസഭയെ പ്രതിക്കൂട്ടിലാക്കി CPM കൗൺസിലറുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ശശി നാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശശി, എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം? ടോം, ഈ അടൂർ നഗരസഭയുടെ പരിധിയിൽ ധാരാളം കച്ചവടങ്ങൾ, സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളുകൾക്കടുത്തൊക്കെ ഈ ലഹരി വിൽക്കുന്ന കടകളുണ്ട്. പലാക ഗണേശ് പോലുള്ള സാധനങ്ങൾ, ഒപ്പം ലഹരി മരുന്ന് വിൽക്കുന്ന കടകളുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അത്തരം കടകൾക്കെതിരെ ചെയർപേഴ്സൺ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഈ ശബ്ദ സന്ദേശത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഈ നഗരസഭയുടെ കൗൺസിൽ തന്നെയാണ് ഈ റോണി പാണിത്തുണ്ടിൽ എന്ന് പറയുന്ന ആള്. രണ്ടുപേരും ചെയർപേഴ്സണും അതുപോലെ തന്നെ റോണി പാണിത്തുണ്ടിലും തമ്മിൽ പല പ്രാവശ്യവും ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം പരസ്പരം ഉന്നയിക്കുകയും അത് കൗൺസിൽ ഉന്നയിക്കുകയും ചെയ്യുന്നു. അതിന് നടപടി എടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. അത് ഈ കൗൺസിലർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അദ്ദേഹം ഇടുകയും ചെയ്തു. ഈ ശബ്ദമാണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. അത് പരസ്പരം ഒരു വാക്കേറ്റത്തിലൊക്കെ കാര്യമായി മാറി എന്നുള്ളതാണ് അറിയുന്നത്. കാരണം ലഹരിക്ക് വിൽപ്പനയ്ക്ക് അടൂർ നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ റജി കൂട്ടുനിൽക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഈ കൗൺസിൽ മുന്നോട്ട് വെക്കുന്നത്. രണ്ടുപേരും CPM-കാരാണ്. CPM-യുടെ കൗൺസിലറാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന റോണി പാണത്തുണ്ടിൽ. അതുപോലെ തന്നെ നഗരസഭയുടെ ചെയർപേഴ്സൺ ദിവ്യ റജിയും CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. എന്തായാലും സമാനമായ രീതിയിൽ ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉള്ള സ്ഥലത്ത് നഗരസഭയുടെ പരിധിയിൽ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ഇത്തരം കച്ചവടം നടത്തുന്ന ലഹരി വിൽപ്പന നടത്തുന്ന കടകൾക്കൊക്കെ ലൈസൻസ് നൽകിയിട്ടുള്ളത് അത് ചെയർപേഴ്സന്റെ നേതൃത്വത്തിലാണെന്നുള്ള കാര്യത്തിലാണ് ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളിനടുത്താണ് ഈ റോണി പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിന്റെ അടുത്താണ് ഈ ലഹരി വിൽപ്പന നടക്കുന്ന ഒരു കടയുള്ളത്. ആ കടയ്ക്ക് ലൈസൻസ് നൽകിയത് ചെയർപേഴ്സൺ ഇടപെട്ട് ആണെന്നുള്ളൊരു ആരോപണമാണ് മുന്നിട്ട് വയ്ക്കുന്നത്. അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു, പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അതില്ല, സ്വീകരിക്കാതെ ചെയർപേഴ്സൺ മറ്റു കാര്യങ്ങൾ, അതായത് നടപടി സ്വീകരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ ശബ്ദ സന്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് പറഞ്ഞെന്നാണ് റോണിയും പറയുന്നത്. എന്തായാലും ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധവുമായി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. അത്തരത്തിൽ വിവാദമായ രീതിയിലേക്ക് ഈ സംഭവം മാറിയിട്ടുണ്ട്. പക്ഷേ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ് വ്യക്തമാക്കിയിട്ടുള്ളത്. അധ്യാപികയാണ്, താൻ 2 മക്കളുടെ അമ്മയാണ്. ഇത്തരം മയക്കുമരുന്ന്, ലഹരി ഇതുപോലുള്ള കച്ചവടങ്ങളെ അനുവദിക്കുന്നതിന് വേണ്ടി, അതിനകത്ത് മറ്റെന്തെങ്കിലും തടയുന്നതിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. അത് തന്നെ പേരിൽ ഏത് തരത്തിൽ ഏത് രീതിയിലാണ് ഇത്തരം ഒരു ആരോപണം കൗൺസിൽ ഉന്നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. എന്തായാലും റോണി പാണത്തുണ്ടിനെതിരെ പരാതി കൊടുക്കും, അതായത് പോലീസിലേക്ക് പരാതി നൽകുമെന്നും ഉള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. അത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് നഗരസഭാ ചെയർപേഴ്സണെ പെരുദോഷം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ വരുന്ന ഒരു കാര്യം അത് വലിയ മാനഹാനി ഉണ്ടാക്കുന്നതാണെന്ന തരത്തിലേക്കാണ് നഗരസഭാ ചെയർപേഴ്സൺ. ഇതൊരു നിസ്സാര കാര്യമല്ലോ, ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ ഈ കൗൺസിലർ ഉന്നയിക്കുന്നത്. കാരണം ഇന്ന് ലഹരിക്കെതിരെ നമ്മുടെ ഭരണകൂടവും പോലീസുമൊക്കെ ശക്തമായ നടപടികളുമായി അല്ലെങ്കിൽ പ്രചരണ പരിപാടികളുമായി, ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു നഗരസഭ ചെയർപേഴ്സനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ലഹരി കച്ചവടത്തിന് ചെയർപേഴ്സൺ കൂട്ടുനിൽക്കുന്നു, ലഹരി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരാരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രതിപക്ഷം ഇതൊക്കെ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് പോലീസിൻ്റെ പക്കലേക്ക് പരാതി എത്തുമോ, അതോ പാർട്ടി തലത്തിൽ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന കൗൺസിലർക്കെതിരെ പരാതി കൊടുത്തുകൊണ്ട് ഈ ആരോപണയുടെ മുന അവിടെ ഒടിക്കുക, ഈ ഒരു ആരോപണം അങ്ങനെ പ്രതിരോധിക്കുക, ഇതാണോ ചെയർപേഴ്സന്റെ നീക്കം, പാർട്ടി CPM-ന്റെ നീക്കം? ടോം, പോലീസിലേക്ക് പരാതി നൽകും, സംഘടനാപരമായും പരാതി നൽകുന്നതാണ് ഈ ദിവ്യ റജി ചെയർപേഴ്സൺ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പ്രധാനമായും രണ്ടുപേരും, ദിവ്യ റജി CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവും റോണി പാണത്തുണ്ടിൽ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. രണ്ടുപേരും ഒരേ പാർട്ടിക്കാരാണ്. സ്വാഭാവികമായും അതിൽ ഇരിക്കുന്ന കൗൺസിൽ ഈ CPM കൗൺസിലർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ മെസ്സേജ് ഇട്ടത്. ആ മെസ്സേജാണ് ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും വിവാദമായ ഒരു പരാമർശം എന്ന നിലയ്ക്ക് നഗരസഭാ ചെയർപേഴ്സൺ ഇതിന് പരാതി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം
എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കർശനമായി ഈ നഗരസഭയുടെ ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി വിൽക്കുന്നു എന്ന് പറയുന്ന കടയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. കോൺഗ്രസും ഒപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ നഗരസഭയിലേക്ക് മാർച്ച് ചെയ്യുന്നതും പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലുമാണ്. രാവിലെ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഉണ്ടായി. അത്തരത്തിൽ ഒരു സമാന രീതിയിൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷം അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് നഗരസഭയെ സംബന്ധിച്ചും ചെയർപേഴ്സണെ സംബന്ധിച്ചും വലിയ ഒരു നാണക്കേടായി വ്യക്തമാണ്. ശശിധരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലഹരി മാഫിയുമായി, ലഹരി കച്ചവടവുമായി ഈ നഗരസഭാ കൗൺസിലറിന്, നഗരസഭ ചെയർപേഴ്സണ് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് CPM-ന്റെ തന്നെ കൗൺസിലറാണ്. കണ്ണൂരിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 8 മാസം പ്രായമായ കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. ഡോക്ടർ കുറിച്ച് നൽകിയ മരുന്നിന് പകരം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നൽകിയത് അമിത ഡോസുള്ള മറ്റൊരു മരുന്നാണ്. ഇത് കുഞ്ഞിന്റെ കരളിന്റെ പ്രവർത്തനത്തെ ബാധിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു. ഇന്നലെ കുട്ടിയുടെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തേക്ക് അത് ഭാഗ്യത്തിന് 1.1 ആയിട്ടുണ്ട്. അതായത് കുട്ടി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇത്. അപ്പോൾ ഇനിയും കുട്ടി ബാഡാവണമെങ്കിൽ ചെയ്യേണ്ടത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്. അപ്പോൾ ഇത്രയും മാരകമായ പ്രശ്നങ്ങൾ നമ്മൾ ഈ ചെറിയൊരു അശ്രദ്ധനെ കൊണ്ട് പറ്റാം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ തരുന്ന മരുന്ന് കറക്റ്റ് ഡോസിൽ ഡോക്ടർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഡോസിലാണോ നിങ്ങൾ കൊടുക്കുന്നതെന്ന് ഉറപ്പാക്കുക ആദ്യം. പിന്നെ ഞങ്ങൾ വാങ്ങിയ ആ സിറപ്പും ആ സിറപ്പാണോ ഡ്രോപ്സ് ആണോ, അല്ല വാങ്ങിയ സിറപ്പ് 250 സിറപ്പാണോ 150 സിറപ്പാണോ അല്ലാതെ 500 സിറപ്പാണോ എന്ന് ഉറപ്പാക്കുക. പിന്നെ പല കുട്ടികളും ഇതൊക്കെ നമ്മൾ അറിയാതെ എടുത്ത് കുടിക്കാവുന്ന ഒരു സ്വഭാവം ചില കുട്ടികൾക്കൊക്കെ ഉണ്ട്. അപ്പം മരുന്ന് നിങ്ങൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി ഡോക്ടർമാർ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേട്ട് ഗൗരവത്തോടെ സൂക്ഷിക്കുകയും ഡോക്ടർ പറഞ്ഞ അതേ ലെവലിൽ അത് കൊടുക്കാനും ശ്രമിക്കുക. വാങ്ങിയിട്ട് നോക്കുക, നിങ്ങളിപ്പോൾ അതിൻ്റെ മേലെ എന്താണ് എഴുതിയിട്ടുള്ളതെന്നൊന്ന് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മരുന്ന് കൊടുക്കാതെ ഒന്നിക്കൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ ഡോക്ടർക്ക് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യാം. എല്ലാ സൗകര്യവും നമ്മളിപ്പോൾ ഇഷ്ടം അറിയുന്നല്ലോ. നമുക്കത് ഒന്നിക്കൽ നിങ്ങൾ വാങ്ങിയ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് അവരോട് ഡൗട്ട് ചോദിക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരിക്കലും കൊടുക്കാതിരിക്കുക. അത് നിങ്ങൾ സംശയ നിവാരണം നടത്തിയിട്ട് ഡോക്ടർ തന്ന മരുന്ന് അതേ ഡോസിലാണ് കൊടുക്കുന്നത് ഉറപ്പാക്കിയ ശേഷം മാത്രം കൊടുക്കുക. പല മരുന്നുകളും മറ്റെല്ലാ സാധനങ്ങളും പോലെ ഓവർ ഡോസായാലും കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ചെറിയ കുട്ടി പിഴവ് സംഭവിച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും സമീർ ആരോപിക്കുന്നു. മെഡിക്കൽ ഷോപ്പിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കണ്ണൂർ ഡ്രഗ്സ് ഡിപ്പാർട്ട്മെൻറ്റിലും പരാതി കൊടുത്തിട്ടുണ്ട്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു, FIR ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥയിലും അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടർ എഴുതിയത് വ്യക്തതയില്ലാത്ത പ്രശ്നമുണ്ടോ? ഇല്ല, ഡോക്ടർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സിറപ്പ് തന്നെ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് മെഡിക്കൽ ഷോപ്പിൻ്റെ അനാസ്ഥ മൂലം സംഭവിച്ചതാണ്. മെഡിക്കൽ ഷോപ്പിൻ്റെ അവരെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഡോക്ടറും നമ്മളെ കൂടെ വന്നിരുന്നു. ഈ താഹിറ ഡോക്ടറും നമ്മളെ കൂടെ മെഡിക്കൽ ഷോപ്പിൽ വന്നിരുന്നു. അവരും സംസാരിച്ച് നിങ്ങൾ എന്താണ് ഇങ്ങനെ കൊടുത്തത് ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ലേഡി സ്റ്റാഫ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ട്രെയിനിങ് സ്റ്റാഫാണ് കൊടുത്തത്, നമ്മൾ കണ്ടിട്ടില്ല, അവർ കൊടുത്തത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ ഓണർ വന്നിട്ട് ഭയങ്കര ഇതായിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് പോലും അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നീ പോയിട്ട് കേസ് കൊടുക്കുന്നതിനെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും, നീ ചെയ്തോന്ന് ആ മെഡിക്കൽ ഷോപ്പ് അതിൻ്റെ ഓണർ നമ്മളോട് സംസാരിച്ചത്. നമ്മളൊരു ഭീഷണിപ്പെടുത്തുന്ന പോലെയുള്ള ഒരു സംസാരമാണ് സംസാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബന്ധുക്കളുടെ പരാതിയിൽ പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും നൽകുന്ന മരുന്നുകൾ അത് കൃത്യമായി ഡോക്ടർ കുറിച്ച മരുന്ന് തന്നെയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ അത് തന്നെയാണോ എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ മരുന്ന് കഴിക്കാവൂ, ഇല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാം. അത് തന്നെയല്ലേ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഈ മെഡിക്കൽ ഷോപ്പിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായ വീഴ്ച തന്നെയല്ലേ ഈ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ ഈ രീതിയിൽ ഒരു അപകടാവസ്ഥയിൽ, ഗുരുതരാവസ്ഥയിൽ ആകാനുള്ള കാരണം? ബൈജു, ടോമേ, തീർച്ചയായും കാൽപോൾ സിറപ്പ് കൊടുക്കേണ്ടതിന് പകരം കാൽപോൾ ഡ്രോപ്സ്
അത് 5 mg അളവിലാണ് കൊടുത്തത്. വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ മെഡിക്കൽ ഷോപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഖദീജ മെഡിക്കൽസ് പഴയങ്ങാടിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഇവിടെ ആരോഗ്യ വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ ഡ്രഗ്സ് കൺട്രോളിന്റെയും പരിശോധന നടത്തിയത്. എന്തായാലും ഈ പരിശോധനയൊക്കെ തുടരുന്നുണ്ട്. അപ്പോഴും ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഡോക്ടർമാർ നൽകുന്ന കുറിപ്പടി അത് പലരും അതിന്റെ മെഡിക്കൽ ഷോപ്പെന്നും മറ്റും മരുന്ന് വാങ്ങുമ്പോൾ അത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താറില്ല. അത്തരമൊരു സംഭവമാണ് പഴയങ്ങാടിയിലും ഉണ്ടായത്. ഏതായാലും അത് പലരും സാധാരണക്കാർക്ക് ഒരു പക്ഷേ ഈ ഡോക്ടർ എഴുതിയ ആ വാചകങ്ങൾ, ആ മരുന്നിന്റെ പേര് കണ്ടുപിടിക്കാൻ കഴിയാത്തൊക്കെ സാഹചര്യം. അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിന് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്, പല നിബന്ധനകളുമുണ്ട്. അത്തരം നിബന്ധനകളെല്ലാം കാറ്റിൽ പറത്തിയാണ് പല മെഡിക്കൽ ഷോപ്പുകളും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ കേസിലേക്ക് വന്നാൽ തന്നെ ആ പരിചയക്കുറവ്, ഒരു ട്രെയിനിയാണ് ഈ മരുന്ന് ഇത്തരത്തിൽ എടുത്തു നൽകിയത്. അതായത് കാൽപോൾ സിറപ്പ്, അത് ഒരു പക്ഷേ ഡോസ് കുറഞ്ഞ ഒരു സാധനമാണ്. അതിന് പകരം കാൽപോൾ ഡ്രോപ്സ് ഇന്ന് 5 mg അളവിലാണ് കൊടുത്തത്. അത് കരളിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു കേസാണ്. എന്നാൽ നമുക്ക് ഇതിലൊരു ആശ്വാസമുള്ളത്, ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ കുട്ടിയുടെ ആരോഗ്യ നില തൃപ്തികരമെന്ന് ഒരു വിവരം നമുക്ക് ലഭിക്കുന്നു. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും ആശ്വാസം. ഏതായാലും ഈ കുടുംബം, പഴയങ്ങാടി സ്വദേശി സമീർ, ഇത്തരത്തിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇത്തരം സംഭവം തന്റെ 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് സംഭവിച്ച ഈ ഒരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഈ നിയമ നടപടി ശക്തമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു തന്നെയാണ് പറയുന്നത്. എന്നാലും ഇത് സംബന്ധിച്ച് ഡ്രഗ്സ് കൺട്രോളിന്റെ പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പോലീസ് കേസെടുത്ത് ഈ ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് സമീറിന്റെ വാക്കുകളാണ്, ഈ കുട്ടിയുടെ പിതാവിന്റെ വാക്കാണ് കേട്ടത്. ഈ തെറ്റ് പറ്റിയിട്ടും അവർ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു തെറ്റ് പറ്റിയാൽ ആ വീഴ്ച സമ്മതിക്കുന്നതിന് പകരം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലും ന്യായീകരിക്കുന്ന രീതിയിലുമാണ് പലരും രംഗത്ത് വരുന്നത്. എന്തായാലും ഒരു അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയെ വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മെഡിക്കൽ ഷോപ്പിനെതിരെ ഇതിന് മുൻപ് ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടോ, അതോ ആദ്യമായിട്ടാണോ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്? ടോം, അത് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നിലവിൽ പരാതി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ഇത്തരത്തിൽ ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകുന്നത് ഒരു പ്രവണത കൂടിയുണ്ട്. അതും വലിയ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ്. അത്തരത്തിൽ മരുന്നുകൾ വാങ്ങി ഡോസ് മാറിയൊക്കെ കഴിക്കുന്നതും ആരോഗ്യത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അത് മെഡിക്കൽ ഷോപ്പുകാർ ഒരു പക്ഷേ ബിസിനസ് കച്ചവടം എന്ന രീതിയിൽ മുൻനിർത്തി ഇത്തരത്തിൽ മരുന്നുകൾ കൊടുക്കുന്നതും, ഇതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിചയക്കുറവുള്ള സ്റ്റാഫുകളെ വെച്ച് ഇത്തരത്തിൽ മെഡിക്കൽ ഷോപ്പ് പ്രവർത്തിക്കുന്നതും വലിയ അപകടാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ കുഞ്ഞിന്റെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ ഒരു 5 mg ആണ് ഒരു ദിവസം. ആ ബോട്ടിൽ 5 ദിവസം കൊണ്ട് തീരേണ്ട ബോട്ടിൽ 2 ദിവസം കൊണ്ട് തീരുന്ന സാഹചര്യം. അത്രത്തോളം വലിയ ഡോസാണ് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് എത്തിയത്. അത് നേരിട്ട് കരളിനെ ബാധിക്കുന്നത്, പിന്നീട് തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിലും ഒരു പക്ഷെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കുട്ടി എത്തിയിരുന്നു. ഒരു പക്ഷേ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ അത് സംശയം തോന്നിയതിനെ തുടർന്നാണ് ഈ കുറിപ്പ് പരിശോധിക്കുകയും ഇതിൽ പേര് മാറ്റം ശ്രദ്ധപ്പെടുകയും പിന്നീട് ഈ ക്ലിനിക്കിൽ പോയി ഡോക്ടറോട് ഈ കാര്യം പറയും. ഡോക്ടർ തന്നെ നേരിട്ട് ഈ മെഡിക്കൽ ഷോപ്പിലെത്തി ഇവരോട് ഈ കാര്യം പറയുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ കണ്ണൂരിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ നിന്നും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയതിനെ തുടർന്നാണ് ഈ കുഞ്ഞിയുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. അത്തരത്തിൽ ജീവൻ വരെ നഷ്ടമായേക്കാവുന്ന തരത്തിലാണ് ഈ ഇടപെടൽ. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ഈ മെഡിക്കൽ ഷോപ്പുകളിലെ തോതിൽ വലിയ പരാതികളാണ് പല മെഡിക്കൽ ഷോപ്പുകൾക്ക് എതിരെയും ഉയരുന്നത്. അതായത് തീരെ പരിചയസമ്പന്നരായ അല്ലാത്ത ആൾക്കാരെ ഇത്തരത്തിൽ ജോലിക്ക് വെക്കുകയും അവർ ഈ കൃത്യമായി ഇത് പരിശോധിക്കാതെ മരുന്ന് നൽകുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പലരും ഇത് പരാതി നൽകാൻ തയ്യാറാകുന്നില്ല എന്നതിനടുത്താണ് ഇവർ ഇത് ഇത്ര ഗൗരവമായി കാണാതെന്ന് തോന്നുന്നു. ഏതായാലും ഈ കാര്യത്തിൽ ഈ കുട്ടിയുടെ പിതാവ് പരാതിയുമായി രംഗത്ത് വരികയും പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായതും ഇപ്പോൾ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ മെഡിക്കൽ ഷോപ്പുകാരെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ പരാതിയുമായി നേരിട്ട് ഇത്തരത്തിൽ പോകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അത് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ മുഴുവൻ മെഡിക്കൽ ഷോപ്പുകളിലും ഒരു പരിശോധന ശക്തമാക്കുമെന്ന് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗവും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. സുധാകരനെതിരെ ഇടത് സൈബർ ആക്രമണം. KPCC വേദി പങ്കിട്ടതിനാണ് രൂക്ഷ വിമർശനവുമായി നവമാധ്യമങ്ങളിൽ സൈബർ സഖാക്കൾ രംഗത്തെത്തിയത്. കൂട്ടുകൂടുന്നത് സഹോദരനെ കൊലപ്പെടുത്തിയ പാർട്ടിക്കൊപ്പം എന്നാണ് ആക്ഷേപം. ഭുവനേശ്വറിന്റെ ചുടുരക്തം സുധാകരൻ മറന്നു. സുധാകരനിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ മനസ്സിൽ അകാല ചരമം പ്രാപിക്കും. സുധാകരനെ MLA-യും മന്ത്രിയുമാക്കിയത് പാർട്ടിയാണ്. പാർട്ടിയുടെ വിരുദ്ധ സംഘത്തിനൊപ്പം കൂടി നല്ല പിള്ള ചമയുകയാണ്. സുധാകരനോട് പരമപുച്ഛമെന്നും വിവിധ പോസ്റ്റുകളിൽ, ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലും
ആക്ഷേപമായി ജി സുധാകരനെതിരെ സൈബർ സഖാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഒരേ കമൻറ്റ് ഉള്ള പോസ്റ്റുകൾ ആണ് വ്യാപകമായി ഇങ്ങനെ പ്രചരിക്കുന്നത്. അതായത് രാസൂത്രിതമായ ആക്രമണം ജി സുധാകരനെതിരെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് KPCCയുടെ വേദിയിൽ ജി സുധാകരൻ പങ്കെടുത്തത് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ KPCC സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട ജി സുധാകരനെതിരെ ഇപ്പോൾ ഒരു സൈബർ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. അത് ഇടത് സൈബർ കോളങ്ങളിലാണ് ഏറ്റവും അധികം ഒരേ കണ്ടന്റോട് കൂടിയുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളിലാണ് ജി സുധാകരനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല ആലപ്പുഴയിലെ യുവജന നേതാക്കന്മാരുടെ ഭാഗത്ത് യുവജന പ്രവർത്തകരുടെ DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ പല കോളങ്ങളിലും അത്തരം ആ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ കോൺഗ്രസുമായി കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വേദി പങ്കിട്ടതിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ വിമർശനമാണ്. അത് ജി സുധാകരന്റെ തന്നെ സഹോദരൻ രക്തസാക്ഷിയായ ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ കൂടിക്കലർത്തിയാണ് അത്തരം ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ജി സുധാകരന്റെ ചുടുരക്തം മറക്കരുത്, ജി ഭുവനേശ്വരന്റെ ചുടുരക്തം മറക്കരുതെന്നടക്കമുള്ള വിമർശനങ്ങൾ വരുന്നു. പാർട്ടി അധികാരം എല്ലാം നൽകിയതാണ്, MLA ആയി ഒപ്പം തന്നെ മന്ത്രിയായി, ഇതൊന്നും മറക്കരുത്. പാർട്ടിയുടെ വിരുദ്ധ സംഘത്തിനൊപ്പം ഇപ്പോൾ കൂടി നല്ലവിള ചമയാൻ ശ്രമിക്കുന്ന അടക്കമുള്ള ആക്ഷേപമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ സമ്മേളന കാലയളവിലും ഒക്കെ ആലപ്പുഴയിൽ ഇന്നലെ KPCCയുടെ വേദിയിൽ ഒരു രീതിയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ CPM-നെ ജി സുധാകരൻ വിമർശിക്കുന്നില്ല. തന്നെ കൊണ്ട് തൻ്റെ പാർട്ടിയെ വിമർശിക്കുമെന്ന് നിങ്ങളാരും കരുതേണ്ടതില്ല എന്ന കാര്യം കൂടി ജി സുധാകരൻ കോൺഗ്രസിൻ്റെ വേദിയിൽ വെച്ച് പറയുന്നുണ്ടല്ലോ. അതായത് ഒരു രീതിയിൽ പോലും CPM-നെതിരെ ഒരു വാക്കുപോലും പറയാത്ത സാഹചര്യത്തിൽ എന്തായിരിക്കാം ഈ രീതിയിലുള്ള ഒരു പ്രകോപനത്തിന് കാരണം? ഈ ഒരു കോൺഗ്രസിൻ്റെ വേദിയിൽ, അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിലൊക്കെ പലപ്പോഴും, അതായത് രാഷ്ട്രീയ എതിരാളികളുടെ വേദികളിലൊക്കെ പലരും CPM നേതാക്കൾ അടക്കം മുൻപും പങ്കെടുത്തിട്ടില്ലേ? പിന്നെ ഈ ജി സുധാകരനെതിരെ ഈ രീതിയിൽ ആക്രമണം നടത്താനുള്ള കാരണം എന്തായിരിക്കും? അത് ടോമൻ നേരത്തെ തന്നെ ജി സുധാകരൻ അത് സംബന്ധിച്ച സൂചനകൾ നൽകിയിട്ടുള്ളതാണ്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്കൽ ക്രിമിനലിസം കൈകാര്യം ചെയ്യുന്ന ചില ആളുകളാണ് ഇതിന് പിന്നിൽ എന്നുള്ള ആക്ഷേപം ജി സുധാകരൻ ഉന്നയിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസം SFIക്കെതിരെ അദ്ദേഹം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് കഴിഞ്ഞ സമ്മേളന കാലയളവിലാണ് DYFI നേതാവ് ജി സുധാകരനെതിരെ അതിരൂക്ഷമായ വിമർശനം, ആലപ്പുഴയിലെ തന്നെ DYFI നേതാവ് അതിരൂക്ഷ വിമർശനം നവമാധ്യമങ്ങളുടെ പങ്കുവയ്ക്കുകയും പരസ്യമായി പറയുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ആ സംഭവത്തിന് ശേഷം അദ്ദേഹം ജി സുധാകരൻ എഴുതിയ ഒരു കവിതയിൽ ഇതിനെതിരെ ഒരു മറുപടി ഉണ്ടായിരുന്നു. അതായത് കുന്തവും കുടച്ചക്രവും അടക്കം കുന്തവും കുടച്ചക്രവും ഉൾപ്പെടെ എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് അവരാണ് ഇതിന് പിന്നിലെന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാം സജി ചെറിയാൻ അടക്കമുള്ള വിഭാഗത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഒളിയമ്പ് തന്നെയായിരുന്നു അത്. ഒപ്പം തന്നെ താൻ കടന്നു വന്ന മേഖലകൾ SFIയുടെ ഭാരവാഹിത്വത്തിലടക്കം വന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പല ഘട്ടങ്ങളിലും ആ ഒരു സംഭവത്തിൽ കേന്ദ്രീകരിച്ച് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല കേന്ദ്രങ്ങളിലും പല പൊളിറ്റിക്കൽ പാർട്ടികളുടെ സെമിനാറുകളിലും പങ്കെടുക്കുന്നതാണ്. കാരണം ഭൗതിക നിലവാരം ഏറെ ഉയർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്, ഇടതുപക്ഷത്തെ നേതാക്കന്മാരിൽ ഒരാളാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല വിഷയങ്ങളിലുമുള്ള അറിവ് നമുക്ക് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ രാമായണം വായിക്കുന്ന, രാമായണത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്ന ജി സുധാകരനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് അതിനകത്ത് വളരെ കൗതുകം തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ആ പുസ്തകങ്ങളോടൊക്കെ കാണിക്കുന്ന വലിയൊരു പുസ്തകശാല തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ജി സുധാകരൻ വളരെ കൃത്യമായി വായനയും അറിവുമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് ലീഗിന് കഴിഞ്ഞ ദിവസം നടന്ന ലീഗിന്റെ സെമിനാറുകൾ അത്തരത്തിലുള്ള പല ഘടകങ്ങളിലേക്കും അദ്ദേഹം ക്ഷണിക്കപ്പെടുകയും അദ്ദേഹം പങ്കെടുക്കുകയും തന്റെ അറിവ് പങ്കുവെക്കുകയും ചെയ്യുന്നത്. അത് ഇത്തരം സെമിനാറുകളിലൊക്കെയാണ് പങ്കെടുക്കുന്നത്. പക്ഷെ ഇത്തവണ അത് കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് സംസ്ഥാന സമ്മേളനത്തിന് ശേഷവും അദ്ദേഹം പല അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയൊക്കെ ചെയ്തിരുന്നു. കുറച്ചുകൂടി കടുപ്പിച്ചിരുന്നു ജി സുധാകരൻ തന്റെ നിലപാട് എന്നുള്ളതാണ്. അതായത് വളരെ സജീവമായി ഇപ്പോൾ 75 എന്ന പ്രായപരിധി പറയുമ്പോഴും
ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം കൃത്യമായ ഒരു ലിസ്റ്റ് തന്നെ 1400-ൽ പരം പരിപാടികൾ താൻ കഴിഞ്ഞ വർഷം പങ്കെടുത്തിട്ടുണ്ടെന്ന് കണക്ക് നിരത്തിയാണ് പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ട സമ്മേളനത്തിൽ നിന്ന് വിമർശനം ഉയർന്നു എന്ന് പറഞ്ഞപ്പോൾ ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ബ്രാഞ്ച് ഘടകത്തിൽ മാത്രം നിൽക്കുന്ന താൻ 1400-ലേറെ പരിപാടികൾ പങ്കെടുത്തു എന്ന് കൃത്യമായി കണക്ക് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെയൊക്കെ പ്രതിരോധിക്കുന്നത്. എന്തിനാണ് ഈ അസഹിഷ്ണുത? കാരണം ശശി തരൂരിനെ CPM-ന്റെ വേദിയിലേക്ക് ക്ഷണിക്കാമെങ്കിൽ, DYFIയുടെ വേദികളിൽ ക്ഷണിക്കാമെങ്കിൽ, ഒരു CPM നേതാവ് കോൺഗ്രസിന്റെ വേദി പങ്കിടുന്നതിൽ എന്താണ് തെറ്റെന്ന ചോദ്യം കൂടി ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നേക്കാം. ഭക്തസഹസ്രങ്ങളുടെ മനം നിറച്ച് ആറ്റുകാൽ പൊങ്കാല. ഇഷ്ടനിവേദ്യമായ ശർക്കര പായസവും തെരളിയും മണ്ടപുറ്റും ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിച്ചാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികൾ മടങ്ങിയത്. നമുക്ക് എല്ലാ വർഷവും കാണാറുള്ളതാണ്. വളരെ മാതൃകാപരമാണ്. കാരണം ഇന്ന് വൈകിട്ടോടു കൂടിയും ഇതിൻ്റെ പൊങ്കാല സമർപ്പണം അവസാനിച്ചതോടെ ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് നഗരസഭ. BB അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, നമുക്കറിയാം എല്ലാ വർഷവും കാണാറുള്ളതാണ് ഈ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ. അത് മാതൃകാപരമാണ്. കാരണം വൈകിട്ടോടുകൂടി പൂർണ്ണമായും നഗരം ശുചീകരിക്കും. അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് 1:30 തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആറ്റുകാൽ ദേവീക്ഷേത്ര പരിസരത്ത് മേയർ ആര്യാനന്ദനാണ് ആ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത്. ഞാനിപ്പോൾ ഉള്ളത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്, സമര ഗേറ്റിന്റെ മുന്നിലാണ്. നമുക്കറിയാം എല്ലാ ദിവസവും സമരക്കാർ കൈയടക്കുന്ന ഈ സമര ഗേറ്റ് പോലും, ചില പ്രതിഷേധ സമരങ്ങൾ പൊങ്കാല ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ സമര ഗേറ്റ് പോലും ഇന്നലെ ഉച്ച മുതൽ സ്ത്രീകളുടെ നിയന്ത്രണത്തിലായിരുന്നു. സ്ത്രീകളുടെ തിരക്കായിരുന്നു എല്ലായിടവും. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ പൊങ്കാലയുടെ ബാക്കി കല്ലും മറ്റുമൊക്കെ ഇവിടെ ബാക്കിയുണ്ട്, ഇഷ്ടികയുമൊക്കെ ബാക്കി ഇവിടെ കിടക്കുന്നു. ചാരം മറ്റും നീക്കം ചെയ്യാനുണ്ട്. അതൊക്കെ പക്ഷേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ നമുക്കിവിടെ ഇതൊന്നും കാണാൻ കഴിയില്ല. ആ രീതിയിലുള്ള ശുചീകരണമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുവനന്തപുരം നഗരസഭ നടത്തുന്നത്. കടുത്ത വെയിലായതിനാൽ ഉദ്ഘാടനത്തിന് ശേഷം 3 മണിക്ക് ശേഷം മാത്രമേ ശുചീകരണം ശരിയായ രീതിയിൽ ആരംഭിക്കൂ എന്ന് നഗരസഭയുടെ അറിയിപ്പുണ്ടായിരുന്നു. കടുത്ത വെയിലുള്ളതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. സാധാരണഗതിയിൽ 4 മണിയൊക്കെ ആവും ഭക്തർ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ. വളരെ നേരത്തെ പൊങ്കാല നിവേദ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആളുകൾ പലതും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. വലിയ തിരക്കായിരുന്നു നഗരം. പൊങ്കാലയ്ക്ക് ആ സമയത്ത് ഭക്തരുടെ ആ തിരക്ക് പിന്നീട് അവരെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള വാഹനങ്ങളുടെ തിരക്കായിരുന്നു ഈ തിരുവനന്തപുരം നഗരം, ഈ MG റോഡും ഒക്കെ. പക്ഷേ ഇവിടെ എപ്പോഴും അതൊക്കെ മാറിയിരിക്കുന്നു. നഗരം സാധാരണ തിരക്കൊഴിഞ്ഞ ദിവസം പോലെ നഗരം മാറിക്കഴിഞ്ഞു. ഇനിയാണ് ശുചീകരണം നടക്കേണ്ടത്. ഏതാനും മിനിറ്റുകൾക്കകം ശുചീകരണ പ്രവർത്തനങ്ങളും ഈ ഭാഗത്ത് ആരംഭിക്കും. ഏറ്റവും ഒടുവിൽ ഒരു കൃത്രിമ മഴ പെയ്ച്ചാണ് നഗരസഭ പൂർണ്ണമായും ശുചിയാക്കുന്നത്. ഇവിടുത്തെ കല്ലുകളും പൊടിയും ചാരവും ഒക്കെ മാറ്റിയ ശേഷം ഈ വിറകിന്റെയും ഇതൊക്കെ അവശിഷ്ടങ്ങളൊക്കെ നീക്കിയ ശേഷം ഒരു കൃത്രിമ മഴ ഇവിടെ പെയ്യിക്കും. അതോടുകൂടിയാണ് നഗരം പൂർണ്ണമായും ക്ലീൻ ആകുന്നത്. ഈ കല്ലുകളുടെ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കല്ലുകൾ വെറുതെ കളഞ്ഞിട്ട് പോവുകയല്ല. കല്ലുകൾ നഗരസഭയുടെ ജീവനക്കാർ സംഭരിക്കും. ഇവിടെ നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന ഈ ചുവന്ന കല്ലൊക്കെ നഗരസഭാ ജീവനക്കാർ സംഭരിക്കും. അവർ സംഭരിച്ച് ഇത് നഗരസഭയുടെ കീഴിൽ ലൈഫ് പദ്ധതിക്ക് വീട് വെച്ച് നൽകുമ്പോൾ അത്തരം സാധാരണക്കാർ ആളുകൾക്ക് വീട് വയ്ക്കാനായി കല്ല് കൈമാറുന്നതാണ് നഗരസഭയുടെ പതിവ്. അങ്ങനെ നിരവധി വീടുകൾ ഈ കഴിഞ്ഞ വർഷവും തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നൽകിയിട്ടുണ്ട്, വീട് വച്ച് നൽകിയിട്ടുണ്ട്. വലിയ വിലയാണ് ഈ ചെങ്കല്ലിന്. അതുകൊണ്ട് തന്നെ അത് പാവങ്ങൾക്ക് കൊടുക്കുകയാണ് നഗരസഭ ചെയ്യുന്നത്. മറ്റാർക്കും ഇതെടുത്ത് മാറ്റാൻ കഴിയില്ല. ഏതായാലും ശുചീകരണ പ്രവർത്തനങ്ങൾ 3 മണിക്ക് ശേഷം അതിന്റെ പൂർണ്ണ തോതിൽ ആരംഭിക്കും. വലിയ സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾക്ക് ഇവിടെ നിന്ന് വീടുകളിലേക്ക് പോകാൻ റെയിൽവേയും അതുപോലെ തന്നെ KSRTCയും ഒക്കെ ഒരുക്കിയിരുന്നത്. നിരവധി KSRTC ബസ്സുകൾ പല നഗരത്തിന്റെ ജില്ലയ്ക്ക് പുറത്ത് പല ഭാഗങ്ങളിലേക്ക് തുടർച്ചയായ സർവീസ് നടത്തി. റെയിൽവേ ഇന്നലെ തന്നെ അധിക സർവീസുകൾ അനുവദിച്ചിരുന്ന ഒരു ട്രെയിൻ കൂടി എക്സ്ട്രാ 5 മണിയോടുകൂടി പോകാൻ ഒരു ട്രെയിൻ കൂടി റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും
ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ റെയിൽവേയും ഒക്കെ നൽകിയിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലായിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ നഗരം. അത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് തുടങ്ങി നഗരത്തിന്റെ പിന്നെ പല ഭാഗങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. സാധാരണയൊക്കെ ഈ നഗരത്തിന്റെ 3-4 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാലകളെങ്കിൽ അത് കോവിഡിന് ശേഷം ഏറെക്കുറെ മാറിയിരിക്കുന്നു. വീട്ടുമുറ്റങ്ങളിലേക്ക് പൊങ്കാലകൾ മാറിയിരിക്കുന്നു. ദേശീയപാതയോരത്തേക്ക് പൊങ്കാലകൾ മാറിയിരിക്കുന്നു. ബൈപ്പാസ് റോഡുകളിൽ പൊങ്കാല വലിയ നിരയായി മാറുന്നുണ്ട്. അങ്ങനെ നഗരം മുഴുവൻ വ്യാപിക്കുന്നതായി ആറ്റുകാൽ പൊങ്കാല മാറുകയാണ്. ഒരു പ്രദേശത്ത് നിന്ന് മാറി ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് പോലും പൊങ്കാല നീളുകയാണ്. വലിയ തിരക്കാണ് ഇന്നലെയൊക്കെ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പക്ഷേ ഈ പൊങ്കാലകളുടെ എണ്ണം വരുമ്പോൾ അങ്ങനെ കണക്ക് കൂട്ടാൻ കഴിയാത്ത തരത്തിൽ മറ്റു പല ഭാഗങ്ങളിലേക്കും വലിയ ക്യൂ ആ ഭാഗത്തേക്ക് നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി പോകുകയാണ്. ഇപ്പോഴും ആളുകൾ പൊങ്കാല സമർപ്പണം അവസാനിച്ചതോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. തലസ്ഥാന നഗരത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.